Hello friends, welcome back to Kinsman Food. It's me Shamlal. Friends, അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു ഐറ്റം നമുക്ക് എങ്ങനെ വീട്ടിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നേ വരെ ഞാൻ ഈ സാധനം ട്രൈ ചെയ്തിട്ടില്ല. ഇതിനൊക്കെ ഒരുപാട് പേരുകളൊക്കെ പറയും. നമ്മുടെ മഥാമ പൂട, ബദാമ പൂട അല്ലെന്നുണ്ടെങ്കിൽ എന്തോ സോന പപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകളൊക്കെ എന്നെ പറയും. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിനെ മഥാമ പൂട എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നേവരെ ഈ സാധനം ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഉണ്ടാക്കണത് കണ്ടിട്ടുമില്ല. ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ സെർച്ച് ചെയ്തെങ്കിലും ഒരുപാട് വീഡിയോസ് എന്നെ കണ്ടായിരുന്നു. സോ ഇത് ഫസ്റ്റ് ട്രൈ ആണ്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും ഞാനിപ്പോൾ പറയണില്ല, വീഡിയോൻ്റെ അവസാനം പറയാം. സോ നമുക്ക് ഇങ്ങനെ പറഞ്ഞ സമയം കാണാനില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിക്കും പെട്ടെന്ന് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൂടെ നൻബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു മദാമ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിൻ്റെ ഉള്ളിൽ കാണുന്നത് നെയ്യാണ്. ഞാൻ നേരത്തെ നെയ്യ് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസോളം നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കണം. നെയ്യൊക്കെ അത്യാവശ്യം ചൂടായ ശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസോളം നമ്മുടെ കടലപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. കടലപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ കടലപ്പൊടിയൊക്കെ അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ നമുക്ക് 1 ഗ്ലാസോളം മൈദപ്പൊടിയും കൂടി ഒന്ന് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റത്തോളം നമ്മൾ ഇതൊന്ന് ഇളക്കിയിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഏകദേശം 2 ഗ്ലാസോളം പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് വെള്ളമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഈ ഒരു പഞ്ചസാരക്ക് ഒന്ന് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മെൽറ്റ് ആവാൻ ടൈം എടുത്തെന്ന് വരും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോൾ അതിൽ കുരുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഞാൻ ഇട്ടതിൽ കുറച്ച് കുരുക്കൾ വീണിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഇവിടെ നിർത്തൊന്ന് റിമൂവ് ചെയ്യണം, അതൊന്ന് മാറ്റണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനിയൊക്കെ അത്യാവശ്യം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മൾ കുറേ നേരം നമ്മുടെ ഈ ഒരു പഞ്ചസാര പാനി ഇതിനകത്തിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു കൈപ്രസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലേറ്റിലേക്ക് ഒരു ഇച്ചിരി നെയ്യൊന്ന് പരട്ടി കൊടുക്കാം. ഈ ഒരു നെയ്യ് എന്തിനാണ് പരട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പഞ്ചസാര പാനി ഈ ഒരു പ്ലേറ്റിലേക്ക് ഒഴിക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് നെയ്യ് പരട്ടണത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു പഞ്ചസാര പാനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇങ്ങനെ മാറ്റുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പഞ്ചസാര പാനിയുടെ ചൂടാറാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കാനും കുറച്ചുകൂടി സ്മൂത്തായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണത്. ഇതിപ്പോൾ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ പഞ്ചസാര പാനി. നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നേരത്തെ പോലെയല്ല. നേരത്തെ ഭയങ്കര ലൂസായിരുന്നു, ഇപ്പോൾ കുറച്ച് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം തിക്കായി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പഞ്ചസാര പാനി സ്ലാബിലേക്ക് ഒഴിക്കണം. സ്ലാബിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രതലത്തിലേക്ക് നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഒഴിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കുറച്ച് നെയ്യ് പരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ തിക്കാക്കി എടുക്കണം. നമ്മൾ ഒരിക്കലും ആ ഒരു ഗ്ലാസ് ടോപ്പിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ സ്ലാബിലേക്കോ എവിടെയെങ്കിലും ഒഴിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു സംഭവം മിക്സ് ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. കാരണം നമ്മൾ മിക്സ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൈ പൊള്ളിയാലും നമ്മൾ ഇതുപോലെ നൈസായിട്ടൊന്ന് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ഞെക്കി നമ്മൾ ഇതുപോലെ ഒന്ന് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളാം, ചിലപ്പോൾ ഇത് കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൈയൊക്കെ അത്യാവശ്യം പൊള്ളി വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും ചൂടാണ് ഈ ഒരു സാധനത്തിന്. കൈയൊക്കെ നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് സർക്കിൾ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ സർക്കിൾ ചെയ്താലാണ് നമുക്ക് ഈ ഒരു പഞ്ചസാര പാനി ലെയറായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എത്രത്തോളം ഈ ഒരു സംഭവം ഇതുപോലെ ലെയറാക്കാൻ പറ്റുമോ അപ്പോൾ അത്രത്തോളം നമ്മൾ ഇതൊന്ന് ലെയറാക്കി മാറ്റണം.
ഇപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവമൊക്കെ ഏകദേശം ഒരുവിധം ലെയറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പൊടി നമുക്ക് ഈ ഒരു പ്രതലത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ഈ ഒരു ടോപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് പിന്നെ ഫോളോ ചെയ്യാം. അതായത് നമ്മൾ ഇതുപോലെ സർക്കിൾ ചെയ്ത് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ വലിക്കുന്നതിനനുസരിച്ച് ഇത് പല പല ലെയറായിട്ട് വരും. ഏകദേശം നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കണ ഹോം മെയ്ഡ് നൂഡിൽസ് അല്ല, അല്ലാണ്ടുള്ള നൂഡിൽസൊക്കെ ഇതുപോലെ വലിച്ചുണ്ടാക്കാൻ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. സോ അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഇത് കാണുന്നിട്ട് അത്ര സിമ്പിളൊന്നുമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. സോ ഈ ഒരു വീഡിയോയിൽ അവർ 3-4 പേര് ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ടാലാണ് ഈ ഒരു സംഭവം ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റുക. നമ്മൾ ഇത് വാങ്ങി കഴിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും തോന്നില്ല. പക്ഷേ ഇൻഗ്രീഡിയൻസ് സാധനങ്ങളും കുറച്ച് മതിയെന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവം ഇങ്ങനെ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഈ ഒരു സംഭവം വലിച്ചുണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വലിച്ചുണ്ടായിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇതുപോലെ സർക്കിൾ ചെയ്ത് വലിക്കുന്നതിനനുസരിച്ച് ഇത് ലെയറായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് എത്രത്തോളം ഇത് ലെയറാക്കി മാറ്റാൻ പറ്റുമോ അത്രത്തോളം നമുക്കിതൊന്ന് ലെയറാക്കി മാറ്റണം. ഇപ്പോൾ ഈ ഒരു സംഭവം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നേരത്തെ ചെയ്ത ഒരു പഞ്ചസാര പാനിയിൽ നിന്ന് ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വലിക്കണ ഒരു വലി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിപ്പോൾ അത്രയ്ക്കും ടൈറ്റായി വന്നിട്ടുണ്ട്. നേരത്തെ കണ്ട പോലെ ഒന്നല്ല, നേരത്തെ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഈ ഒരു പഞ്ചസാര ഈ ഒരു സംഭവത്തിൻ്റെ ചൂടക്കാരെ ഇപ്പോൾ അത്യാവശ്യം ടൈറ്റായി വന്നിട്ടുണ്ട്, നല്ല ടൈറ്റാണ്. അപ്പോൾ ആണുങ്ങളാരെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കണതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടാണ്. 2 പേര് 3 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ വലിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സോന പാപ്പടി ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റ് ഈ ഒരു സോന പാപ്പടി ഒന്ന് വിടിച്ച് ഇടണം. ഇപ്പോൾ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കണം ഈ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തൊന്നും ഇങ്ങനെ ഒന്ന് ലെയറായിട്ടൊന്ന് പിച്ച് ചീന്തി നമ്മൾ അങ്ങോട്ട് ഒന്ന് മാറ്റണം. അതാണ് നമ്മുടെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, നമ്മളിപ്പോൾ കേക്കൊക്കെ കിട്ടണ പോലെ കട്ടയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ആവണതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മുന്തിരി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കശുവണ്ടി പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഈ സോന പാപ്പടി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മധമപ്പൂട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. സംഭവം കാണിച്ചു തരാം. ഇതാ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ഈ സംഭവം. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കേണ്ട ഒരു പരിപാടി ഉണ്ട്. കഴിച്ച് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കഴിച്ച് നോക്കിയ സംഭവത്തിന് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ചെറിയൊരു കയ്പ്പ് തന്നെ ഉണ്ട്. അത് വേറൊന്നുമല്ല, ഞാനീ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി കുറേ നേരം അടപ്പത്തിട്ട് ഇങ്ങനെ കുറേ നേരം ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് അവിടെ ഇരുന്ന് ചെറുതായിട്ട് കരിഞ്ഞിട്ട് ചെറിയൊരു കയ്പ്പ് തന്നെ ഉണ്ട്. പക്ഷേ സംഭവം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. പിന്നെ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ആ ഒരു നീളം നല്ല മണവും സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്തായാലും സംഭവം കൊള്ളാം, എനിക്കെന്തായാലും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റർഡ് സാധനം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്, ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറേ നേരമായിട്ട് കരിക്കാൻ പാടില്ല, കരിച്ചാൽ നല്ല കയ്പ്പായിരിക്കും. ഇതിപ്പോൾ എന്തോ ഭാഗ്യത്തിന് ചെറിയൊരു കയ്പ്പേ ഉള്ളൂ, അതിക്കുമ്പോൾ ഞാൻ അടപ്പത്തിൽ നിന്ന് ഇറക്കി വെച്ചു. സോ അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു വീഡിയോ പറയാനുള്ളൂ. വീഡിയോയുടെ അവസാനിക്കുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ അടുത്ത വശം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.